വിഴിഞ്ഞത്തുള്ള ഒരു സാധാരണക്കാരനായ ഒരു ടെമ്പോ ക്ലീനർ, അതായത് അയാൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് എടുക്കണമെങ്കിൽ കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും അയാളുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുത്തൂറ്റ് ഫൈനാൻസും അതുപോലെ തന്നെ മണപ്പുറം ഫൈനാൻസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ചിലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സൈക്കിളിൽ ചിട്ടി പിരിക്കാൻ പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ വെച്ചായിരിക്കും ആ ഒരു ടെമ്പോ വാനിൻ്റെ ക്ലീനർക്ക് ഇതുപോലൊരു ആശയം അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. അയാളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ തൻ്റെ ഗ്രാമത്തിൽ തന്നെ ഇതുപോലൊരു പണമിടപാട് സ്ഥാപനം നടത്തണം എന്ന് തന്നെയാണ്. ഏതായാലും അവിടെയുള്ള മുത്തൂറ്റ് ഫൈനാൻസും അങ്ങനെയുള്ള വലിയ വലിയ ഫൈനാൻസ് കമ്പനി വരെ ഒഴിവാക്കി പോയ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പനി നല്ല രീതിയിൽ പച്ചപിടിക്കാൻ തുടങ്ങിയത്. സൂര്യ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് പുറമെ മറ്റു പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ബ്രാഞ്ച് തുടങ്ങാൻ നിർബന്ധിതനാകുകയാണ്. അങ്ങനെയാണ് വിഴിഞ്ഞത്തിന് പുറമെ അമരവിള എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ഇദ്ദേഹം ബ്രാഞ്ച് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ജോലിക്കാരുടെ ആവശ്യമുണ്ട്. ആ ജോലിക്കാരാണ് കരുത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ഇവരെ വിശ്വസിച്ച് കൊണ്ടാണ് ഓരോ ദിവസവും എന്ന് പറയുന്നത് അവിടെ സ്വർണ്ണാഭരണങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ പണമിടപാടുകൾ നടത്തുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ക്രയവിക്രയങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരെ വിശ്വസിച്ച് കൊണ്ടാണ്. പക്ഷേ ഇദ്ദേഹം വലിയ ശ്രദ്ധ കൊടുക്കാഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. ഈ സ്ഥാപനത്തിലെ 2 ജീവനക്കാരികളെ, ഐശ്വര്യ അതുപോലെ തന്നെ ജയാഭവനിൽ അഞ്ജു എന്ന് പറയുന്ന 28ഉം 26ഉം വയസ്സുള്ള 2 യുവതികളെ, അവർ 2 പേരും കൂടി ചേർന്ന് സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഏകദേശം 75 പവനോളമാണ് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, 75 പവൻ എന്തിനാണ് കൊടുത്തത്? കൃത്യമായിട്ടും സിന്ധു വന്ന് പറഞ്ഞ കാര്യം ഇതായിരിക്കും. അതായത് ഇപ്പോഴും പണയം വെച്ച സാധനം നമുക്ക് വേറെ എവിടെയെങ്കിലും പണയം വെക്കാം, അങ്ങനെ പണയം വെച്ച് കിട്ടുന്ന പൈസ നമുക്ക് പങ്കിട്ടെടുക്കാം, പിന്നീട് നമുക്ക് എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതുമാത്രവുമല്ല ഈ പണയക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കത്തുള്ളൂ. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ അടച്ച് പുതുക്കുന്നവരാണ് എല്ലാവരും. ഇപ്പം നമ്മൾ തന്നെ ഒരു വളയോ ഇല്ലെങ്കിൽ ഒരു 10 പവൻ സ്വർണ്ണാഭരണം ഏതെങ്കിലും ഒരു ഫൈനാൻസ് സ്ഥാപനത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് കിട്ടിയിരിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വർഷത്തെയുള്ള തുകയായിരിക്കാം. ഇപ്പോഴും വലിയ വലിയ ഫൈനാൻസൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർണ്ണവിലേൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ട് നമുക്ക് പൈസ തരുമെന്ന്. പക്ഷേ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് കൊടുത്ത ആ തുകക്ക് നമ്മളിങ്ങനെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലിശ കൊടുത്ത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം കഴിയും ചിലപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിൽ ഈ സ്ത്രീകൾ കൊണ്ടുപോയിട്ട് ഈ ഒരു എന്താ പറയേണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരി എന്നാണ് പറയുന്നത് ഈ സിന്ധു. അതായത് മകൻ എന്ന് പറയുന്നത് പൈലറ്റാണ്, അതുപോലെ മകളാണെങ്കിൽ അമേരിക്കയിലാണ്, ഭർത്താവാണെങ്കിൽ മിലിറ്ററി ഓഫീസറായിരുന്നു. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നല്ല കാശുകാർ. അതുകൊണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇനിയിപ്പോൾ സിന്ധു പോയി ചോദിച്ചു കഴിഞ്ഞാൽ 5 പവനല്ല 10 പവൻ കൊടുക്കാനും ആൾക്കാരുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് തിരിച്ചു കിട്ടൂലേ. അതായത് അവർ ഒരുപാട് പണമുള്ള ഒരു വീട്ടിലേതാണ്, അല്ലാതെ അവർക്ക് വലിയ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഏതായാലും സിന്ധു ഈ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇവർക്കും കിട്ടിയിട്ടുണ്ടാകും. കാരണം ഒരു ജീവനക്കാരികൾ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കൊടിയ വഞ്ചനയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ സിന്ധു എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരിയേക്കാളും വലിയ തട്ടിപ്പുകാരിയാണ് ഈ 2 പേര്, അതായത് ഈ ഐശ്വര്യ എന്ന് പറയുന്നതും അതുപോലെ അഞ്ജു എന്ന് പറയുന്നതും. അവരുടെ കുടുംബത്തിൽ അവരുടെ ആ ഒരു വരുമാനത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ തന്നെ തകർക്കുന്ന തരത്തിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടെമ്പോ ഡ്രൈവർ ആയതുകൊണ്ടോ പിന്നെന്ന് പറഞ്ഞാൽ അയാളായതുകൊണ്ട് അയാൾക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും കാണൂല എന്നുള്ളത് കൊണ്ടും അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടിച്ചു മാറ്റി എല്ലാം സിന്ധുവിന് കൊടുക്കുന്നു. സിന്ധുവിൻ്റെ അടുക്കുന്ന എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടാകും, അവർക്കും കിട്ടിയിട്ടുണ്ടാകും ഇതിൻ്റെ പങ്ക്. അങ്ങനെ പിന്നീട് സിന്ധുവിനോട് ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ സിന്ധു നേരെ അമേരിക്കയിലേക്ക് മുങ്ങുകയാണ്. അമേരിക്കയിലേക്ക് മുങ്ങി തങ്ങൾ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ 2 പേരും ജൂൺ 30-ാം തീയതി രാവിലെ ഓഫീസിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് പോയിട്ട് ജ്യൂസ് വാങ്ങിക്കുന്നു. ജ്യൂസ് വാങ്ങിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് കുറച്ച് എന്തോ ചേർക്കുന്നു. ആ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുടിക്കുന്നത്. കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈ അഞ്ജുവിനും ഐശ്വര്യക്കും ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നു. അവരെ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് പറഞ്ഞത് ജ്യൂസ് കുടിച്ചിരുന്നു എന്ന്. പിന്നീടാണ് മനസ്സിലായത് ഇവർ അതിൻ്റെ അകത്ത് എന്തോ ചേർത്ത് കഴിച്ചിട്ടുണ്ട്, ഏതോ വിഷം ചേർത്ത് കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും അതിനെ തുടർന്ന് പിന്നീട് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏതായാലും അവിടെ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും മരണപ്പെട്ടു. അതായത്
ഈ അഞ്ജു എന്ന് പറയുന്ന 28 വയസ്സുകാരിയും അതുപോലെ തന്നെ ഐശ്വര്യ എന്ന് പറയുന്ന 26 വയസ്സുകാരിയും തട്ടിപ്പുകാർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മരണം ഒരാളെ പോലും വിശുദ്ധനാക്കുന്നില്ല. അവർ തട്ടിപ്പാണ് ശരിക്കും നടത്തിയിരിക്കുന്നത്. അതായത് അവരാണ് ശരിക്കും മണ്ടത്തിമാരെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു എന്ത് ചെയ്തു, നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകുന്നു. സിന്ധു ഇനി തിരിച്ചു വരുന്നു. സിന്ധുവിന് ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോഴും സിന്ധുവിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് ചെയ്തെടുക്കും എന്നല്ലാതെ സിന്ധുവിനെ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടും മാഞ്ചിയം മുതൽ ഇങ്ങോട്ട് ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്തിനധികം പറയുന്നു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട ഒരു ചാരിറ്റി എന്ന് പറയുന്ന ഒരു സ്വർണ്ണ മുതലാളി തന്നെ എന്ന് പറഞ്ഞാൽ കുറേ വീട്ടമ്മമാരെ ചേർത്ത് എന്തൊക്കെയോ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4 ആളെ ചേർക്കണം, 4 ആൾ 8 ആളെ ചേർക്കണം എന്നൊക്കെയുള്ള തട്ടുപൊളിപ്പം പരിപാടികൾ. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നവരൊക്കെ എന്ന് പറഞ്ഞ് ഇവിടെ വെലസി നടക്കുന്നുണ്ട്. ആ ഒരു വെലസി നടക്കുന്നത് ഒരാളുടെ പേരും കൂടിയായി. ആരാണ്? സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരും കൂടിയായി. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം വീണ്ടും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ്, കണ്ണൂരിലെ തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വ്യാപാരികളെ ഏകദേശം 5 കോടി രൂപയോളം പറ്റിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനൊക്കെ എന്ന് പറഞ്ഞ് അവനൊക്കെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ സാമ്പത്തിക സ്ഥിതി എന്താണ് ഇപ്പോഴും എന്ന് അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോഴേ അവൻ്റെ ജ്യേഷ്ഠന്മാരുണ്ടാവും, അതുപോലെ തന്നെ അളിയന്മാരുണ്ടാകും, പിന്നെ എന്ന് പറഞ്ഞാൽ കാരണവന്മാരുണ്ടാവും. ഇവരുടെ പേരിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല നിക്ഷേപം ഉണ്ടാകും. ഇപ്പോഴും ഈ സിന്ധു ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ പണം മുഴുവൻ മകളുടെ പേരിലുണ്ടാകും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പേരിലുണ്ടാകും, ഇല്ല ഏതെങ്കിലും ബന്ധുക്കളുടെ പേരിലുണ്ടാകും. അങ്ങനെ ഇവരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇവർ പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസേൻ്റെ ഗുണം ഇവർക്ക് ഉണ്ടാവില്ല. അതായത് ഇവരെ കയ്യിലും ഉണ്ടാവില്ല, പക്ഷേ ഇവർ അവിടെ ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇതാണ് പൊതുവെയുള്ള തട്ടിപ്പുകാർ ചെയ്യുന്നത്. പല തരത്തിൽ കുറികൾ നടത്തിയവരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല തട്ടിപ്പുകാരുണ്ട്. പക്ഷേ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രം നമുക്കറിയില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഇവരെ പറ്റി അറിയുന്നത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല പണക്കാരായിട്ട് സൂചിക്കുന്നുണ്ടാകും, പക്ഷേ ഈ പോയവനോ അവൻ്റെ എല്ലാം പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭർത്താവിൻ്റെയും ഇവരുടെയൊക്കെ സ്വത്തുക്കളെല്ലാം അറ്റാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിൽ പെടുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് എല്ലാം മരവിപ്പിക്കുക. അവർക്ക് പിന്നെ 5 പൈസ ഇല്ലാതെ അത് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇങ്ങനെയൊരു സംഭവം നടക്കത്തില്ല. ഏതായാലും ഈ 2 സ്ത്രീകൾ പോയിട്ട് മരിക്കുകയും ചെയ്തു. അവർ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതെ മരിക്കുകയാണ് ചെയ്തത്. അപ്പം നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ കേസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വൻ തുകകൾ കൊടുക്കേണ്ടി വരും. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരൊക്കെ പിണങ്ങി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ അവരുടെ സ്ഥാപനത്തിൽ നിന്നും പൈസ കെട്ട അവരുടെ ഗതി എന്താണ് ഇപ്പോഴേ? അവരെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ കുടുംബം തകരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭയം തേടുന്നത്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ചതിച്ചതാണ്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു കണ്ണീരാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാതാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. ആ ചെറുപ്പക്കാരൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അയാളുടെ ആ സ്വപ്നം നേടിയെടുത്തിട്ടുണ്ടാവുക. അതായത് ഒരു 2-3 വർഷം കൊണ്ട് ഇത്രയും വളരണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നല്ല കഠിനാധ്വാനം ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏത് തരം കമ്പനിയായി കഴിഞ്ഞാലും ശരി ഒരാളെയും വിശ്വസിച്ച് ഏൽപ്പിക്കാതിരിക്കുക. അതായത് നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് വൈകുന്നേരം കണക്കുകൾ ക്ലിയർ ചെയ്യുക. അതിന് എത്ര വലിയ സ്വന്തം അളിയനായാൽ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം ചോരയെ പോലും വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലം അതാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ സമ്പാദ്യങ്ങൾ ചോർന്നു പോകുന്നത് പോലും നമുക്കറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ 2 പേരും ഇപ്പോൾ മരണപ്പെട്ടതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അവരെ പേരിൽ കേസൊന്നും എടുത്തിട്ട് കാര്യമില്ലല്ലോ. ബൈ ബൈ.